അത്ലറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒളിമ്പിക് ചാമ്പ്യൻ. കാരണം 2002 വിന്റർ ഒളിമ്പിക്സിൽ എല്ലാവരും കരുതിയത് സ്റ്റീവൻ ബ്രാഡ്ബറി ഒരിക്കലും ജയിക്കില്ല എന്നായിരുന്നു. കാരണം 30 വയസ്സുള്ള സ്റ്റീവൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം മരണത്തിന്റെ വക്ക് വരെ എത്തിയിരുന്നു. ഇനി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ക്വാർട്ടർ ഫൈനൽസിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെങ്കിലും ഫിനിഷ് ചെയ്യണം. അതും വേൾഡ് ചാമ്പ്യനും ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ സ്കേറ്ററുമായി മത്സരിച്ച്. അതുകൊണ്ട് തന്നെ സ്റ്റീവനിൽ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ക്വാർട്ടർ ഫൈനലിൽ സ്റ്റീവൻ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതും. പക്ഷേ വിധിയുടെ കളി അവിടെയാണ് തുടങ്ങുന്നത്. കാരണം റീപ്ലേ നോക്കിയപ്പോൾ റഫറി രണ്ടാമതുണ്ടായിരുന്ന പ്ലെയർ ജപ്പാനീസ് പ്ലെയറിനെ പുഷ് ചെയ്യുന്നത് കാണുകയും അദ്ദേഹത്തെ അതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ഉണ്ടായി. ആ ഒരു അഡ്വാൻറ്റേജിലൂടെ സ്റ്റീവൻ നേരെ സെമിയിലേക്ക് എത്തുകയും സെമിയിൽ വളരെ ടഫായ ഗ്രൂപ്പിൽ പെടുകയും ഉണ്ടായി. അങ്ങനെ റേസ് സ്റ്റാർട്ടായപ്പോൾ പതിവ് പോലെ ഏറ്റവും പുറകിലാണ് അദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ റേസിനിടയ്ക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഉണ്ടായത്. ഒരു ജപ്പാനീസ് സ്കേറ്റർ കൊറിയൻ പ്ലെയറിനെ മറിച്ചിടുകയും തൊട്ടടുത്ത് തന്നെ ഒരു കനേഡിയൻ പ്ലെയറും വീഴുകയും അതിന്റെ കൂടെ തന്നെ ഒരു ചൈനീസ് പ്ലെയറും വീഴുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ലാസ്റ്റിലുണ്ടായിരുന്ന സ്റ്റീവൻ 2-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. എന്നാൽ അതിനും ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നാമതെത്തിയ ജപ്പാനീസ് സ്കേറ്ററും പുള്ളിങ് ചെയ്തതിനെ തുടർന്ന് ഡിസ്ക്വാളിഫൈ ആകുകയാണ് ഉണ്ടായത്. അങ്ങനെ സ്റ്റീവൻ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തോടെ ഫൈനലിലേക്ക് കടക്കുകയും ഫൈനലിൽ ആരും കരുതാത്ത രീതിയിലുള്ള ഒരു 1 ടെസ്റ്റ് നടക്കുകയും ചെയ്തു. എന്തെന്നാൽ ഫൈനലിൽ അവസാന ലാപ്പിലേക്ക് എത്തിയതും മുമ്പിലുണ്ടായിരുന്ന സ്കേറ്റേഴ്സ് പരസ്പരം മുടക്കി മറിഞ്ഞു വീഴുകയും ഏറ്റവും പുറകിലുണ്ടായിരുന്ന സ്റ്റീവൻ 1-ാമതായി ഫിനിഷ് ചെയ്യുകയും ഓസ്ട്രേലിയക്ക് ആദ്യ ഗോൾഡ് മെഡൽ സമ്മാനിക്കുകയും ചെയ്തു.